നമസ്കാരം. നടി ആക്രമിച്ച കേസിൽ കേരള ജനത ഉറ്റുനോക്കിയ വിധി വന്നത് ഈ മാസം 8-നായിരുന്നു. 8 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് വിധി വന്നത്. കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ കോടതി കുറ്റമുക്തനാക്കി. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരനെന്നും കോടതി വിധിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസ് സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരുന്നത്. ദിലീപിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഗൂഢാലോചന എന്ന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതിനാലാണ് ദിലീപ് കേസിൽ നിന്നും കുറ്റമുക്തനാക്കാൻ കാരണം. നടി ആക്രമിച്ച കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ വിചാരണ കോടതി കുറ്റക്കാരനല്ലെന്ന് വിധിച്ച് വെറുതെ വിട്ടിരിക്കുകയാണ്. കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ പോകുന്നുണ്ട്. ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ വിമർശനങ്ങൾ ഒരു വശത്ത് ഉയരുമ്പോൾ വിധിയെ അനുകൂലിച്ച് നിരന്തരമായി രംഗത്ത് വരുന്ന വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ. ദിലീപിനെ പിന്തുണയ്ക്കുന്ന നിരവധി വീഡിയോകൾ ശ്രീജിത്ത് പണിക്കർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കേരള ഫെമിനിസ്റ്റ് ഫോറത്തിന്റെ തുറന്ന പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ പരാതിയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വന്നതിന് ശേഷം സാമൂഹ്യ നിരീക്ഷകൻ എന്ന് അവകാശപ്പെടുന്ന ശ്രീജിത്ത് പണിക്കർ എന്നയാൾ ദിനംപ്രതി ഈ കേസ് സംബന്ധിച്ച വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു വരുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കോടതി വിധി ആർക്കും വിശകലനം ചെയ്യാം എന്ന യുക്തിയുടെ മറവിൽ ഈ കേസ് തന്നെ കളവാണെന്നും തെളിവുകൾ പോലീസ് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും വസ്തുതകളെ വളച്ചൊടിച്ച് നുണപ്രചരണത്തിലൂടെ 8ാം പ്രതിയായ ദിലീപിന് അനുകൂലമായ ഒരു പൊതുബോധം സൃഷ്ടിക്കുവാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. 8ാം പ്രതി നടൻ ദിലീപിനെ വെറുതെ വിട്ടതുൾപ്പെടെയുള്ള സെഷൻസ് കോടതി വിധിക്കെതിരെ സർക്കാരും കൊട്ടേഷൻ ലൈംഗികാതിക്രമത്തിനിരയായ നടിയും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുവാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇയാൾ ഇത്തരത്തിൽ PR വർക്ക് ചെയ്യുന്നത്. ഹൈക്കോടതിയിലും തുടർന്ന് സുപ്രീം കോടതിയിൽ വരെയും എത്താൻ സാധ്യതയുള്ള താരതമ്യങ്ങളില്ലാത്ത ഈ കേസിൽ നിന്നും ഇപ്പോൾ രക്ഷപ്പെട്ട നടന് വേണ്ടി നടക്കുന്ന വലിയ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് ദിവസേനയുള്ള ഈ വീഡിയോ സംരക്ഷണം. അന്വേഷണ ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂഷനെയും താഴ്ത്തിക്കെട്ടുന്ന ബോധപൂർവമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ കേസിന്റെ സ്വതന്ത്രമായ ഭാവി നടപടികളെ ബാധിക്കുവാനും കാരണമാകും. ഇതിനകം തന്നെ അത്യധികം പീഡനങ്ങൾ നേരിടേണ്ടി വന്ന പരാതിക്കാരിയെ സമൂഹത്തിന് മുമ്പിൽ കൂടുതൽ അപമാനിക്കുവാനും തെറ്റിദ്ധാരണകൾ പരത്താനും ഒറ്റപ്പെടുത്താനും കൂടിയാണ് ഈ വീഡിയോകൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ എന്നയാൾക്കെതിരെ ഉടനടി കേസെടുത്ത് ഇത് സംബന്ധിച്ച വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ഉടൻ നീക്കം ചെയ്യണമെന്നും അത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടി എടുക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതേസമയം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റമുക്തനായതിന് പിന്നാലെയാണ് ദിലീപിന്റെ ഭബബ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഈ സിനിമ കാണില്ല എന്നുള്ള ബഹിഷ്കരണ ഭീഷണികൾ നിലനിൽക്കവെയാണ് സിനിമയുടെ വരവ്. ദിലീപിനൊപ്പമായി മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനുമെല്ലാം അണിനിരന്നിരുന്നു. മോഹൻലാൽ എന്തിന് ഈ സിനിമയിൽ അഭിനയിച്ചു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. ദിലീപിനെ കുറ്റമുക്തനാക്കുന്നതിന് മുൻപായിരുന്നു സിനിമയുടെ ചിത്രീകരണം. ദിലീപ് ഈ ചെയ്തത് ശരിയായില്ല എന്നായിരുന്നു വിമർശനങ്ങളെല്ലാം. സിനിമയെ സിനിമയായി കാണുക എന്നതായിരുന്നു സിനിമാ പ്രവർത്തകരുടെ നിലപാട്. മോഹൻലാലും സമാനമായ അഭിപ്രായക്കാരനായിരുന്നു. പ്രൊമോഷൻ പരിപാടികളൊന്നും ഇല്ലാതിരുന്നതിനാൽ സോഷ്യൽ മീഡിയയിലൂടെയായി വിശേഷങ്ങളെല്ലാം പങ്കിടാനായിരുന്നു അണിയറ പ്രവർത്തകർ തീരുമാനിച്ചത്. ട്രെയിലറും പാട്ടും ചിത്രങ്ങളുമെല്ലാം പങ്കിടുമ്പോഴും മോഹൻലാലിന്റെ പേജിലൂടെ വേണ്ടെന്നായിരുന്നു ദിലീപിന്റെ തീരുമാനം. ഞാൻ കാരണം അദ്ദേഹം കൂടി പഴി കേൾക്കേണ്ട കാര്യമില്ലല്ലോ. സൈബർ ബുള്ളിങ്ങിന് അദ്ദേഹത്തെ ഇട്ടുകൊടുക്കുന്നത് പോലെയായി പോവില്ലേ ഇത് എന്നായിരുന്നു ദിലീപിന്റെ ചിന്ത. അങ്ങനെയൊന്നും ചിന്തിക്കരുത്, എല്ലാം എൻ്റെ പേജിലൂടെ വിട്ടോളൂ എന്നായിരുന്നു മോഹൻലാൽ ആന്റണിയോട് പറഞ്ഞതെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ബബബ സിനിമയെക്കുറിച്ചുള്ള രാഹുൽ ഈശ്വറിന്റെ വിലയിരുത്തലുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെയാണ് അദ്ദേഹം കൂടുതൽ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഭയം, ഭക്തി, ബഹുമാനം ദിലീപിന്റെ രാജകീയമായ തിരിച്ചുവരവാണ്. സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായവും അതിനകത്തുള്ള പവർ പ്ലേയും ഒക്കെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സിനിമയ്ക്ക് അതിൻ്റെതായ ഗുണവും ദോഷങ്ങളുമുണ്ട്. കഥയുടെ ത്രെഡ് രസകരമുള്ളതാണ്, പക്ഷേ സ്ക്രിപ്റ്റിന് യോജിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് ആദ്യം തന്നെ എഴുതി കാണിക്കുന്നത്. തിരക്കഥയടക്കമുള്ള കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വരുത്താമായിരുന്നു. ഓവറോൾ ഒരു രസമുണ്ട്. മാസ് എന്റർടൈനറാണ്. ഒരു നായിക കൂടി ആവാമായിരുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട്. മാസ് ബോയ്സ് ക്ലബ് എന്നൊക്കെ പറയുന്നത് ഒരു പവർ പ്ലേ കാണിക്കാനായിരിക്കാം. തന്റെ നിരപരാധിത്വത്തെക്കുറിച്ച് പറയേണ്ട പല കാര്യങ്ങളും ദിലീപ് ഇതിലൂടെ ഇൻഡയറക്റ്റായി പറയുന്നുണ്ട്. ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയം, അവരുടെ തിരിച്ചുവരവുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട്. രസകരമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മലയാളം സംസാരിക്കുന്ന ഒരു തെലുങ്ക് പടം എന്ന് വേണമെങ്കിൽ പറയാം. ദിലീപിന്റെ പെർഫോമൻസ് വളരെ നല്ലതാണ്. ലാലേട്ടനോടുള്ള ദിലീപിന്റെ സ്നേഹവും ബഹുമാനവും അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. സിനിമയിൽ പവർ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ. ദിലീപ് ആയിരുന്നല്ലോ ഒരു കാലത്ത് മലയാള സിനിമ അടക്കി ഭരിച്ചിരുന്നത്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഇവരൊക്കെ വേറൊരു ലെവലാണ്. ഇവർക്ക് താഴെയുള്ളവർ തമ്മിലാണ് പ്രശ്നങ്ങളും ഈഗോയും ഒക്കെ. ദിലീപിന് ശേഷമായി പൃഥ്വിരാജും ആസിഫ് അലിയും ഒക്കെയാണ് അടുത്ത ഗ്രൂപ്പിൽ. മോഹൻലാലാണ് ഇവരുടെ എല്ലാം സെന്റർ അഥവാ ടിൽഡിംഗ് ഫാക്ടർ.
മോഹൻലാൽ ദിലീപിനെ പ്രൊട്ടക്ട് ചെയ്തു എന്ന മെസ്സേജ് ഇതിലൂടെ പറയാതെ പറഞ്ഞിട്ടുണ്ട്. ഒരു കുറ്റവും ചെയ്യാതെ ദിലീപിനെ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതാണ്. 85 ദിവസം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു. ഒരുപാട് അനുഭവിച്ചു അദ്ദേഹം. മലയാളികൾക്ക് ഇനിയും അദ്ദേഹത്തെ വേണം എന്നതിനുള്ള തെളിവാണ് ഭബഭയുടെ വിജയം എന്നുമായിരുന്നു രാഹുൽ ഈശ്വർ പറഞ്ഞത്.